9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്ററാണ് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, അതായത് വിസ്തൃതമായ സമതലത്തിൽ. നമുക്ക് നോക്കാം. വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് സച്ച് ആസ് ലോഫ്റ്റി മൗണ്ടൻസ്, എക്സ്പാൻസീവ് പ്ലെയിൻസ്, പ്ലേറ്റോസ്, സ്കോർച്ചിങ് ഡെസേർട്സ് ആൻഡ് വാലീസ് ആർ ഫൗണ്ട് ഇൻ ദ സർഫേസ് ഓഫ് ദ എർത്ത്. They were formed over millions of years. In the previous chapter, you learned in detail about the northern mountains, one of the physiographical divisions of our country. Down below, don't you find vast physical division that lies to the earth of the northern mountains and to the north of the peninsular plateau? It is an extensive alluvial plain known by the name Indo-Gangetic Brahmaputra Plain. എന്താണ് പറഞ്ഞത്? ഉയർന്ന പർവ്വതങ്ങളൊക്കെയുണ്ട്, അതുപോലെ തന്നെ വിസ്തൃതമായ സമതലങ്ങൾ, പീഠഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ, അതുപോലെ താഴ്വരകൾ എന്നിങ്ങനെ വിവിധതരം ഭൂപ്രകൃതികൾ നമുക്കുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതെല്ലാം കാണപ്പെടുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് അവ രൂപപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷനുകളെക്കുറിച്ച് നാം പഠിച്ചിരുന്നു. വടക്കൻ പർവ്വതനിരകളുടെ തെക്കുഭാഗത്ത് പെനിൻസുലർ പീഠഭൂമിയുടെ വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഭൗതിക വിഭജനം ഇൻഡോ ഗാംഗറ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു അലൂവിയൽ സമതലമാണിത്. ഇതാണ് ഗാംഗറ്റിക് ബ്രഹ്മപുത്ര സമതലം. Let's have a glance at the information of this physiographical division, which is also called the North Indian Plain. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നുകൂടി ഇതിൻ്റെ മറ്റൊരു പേരാണ്. അത് അണ്ടർലൈൻ ചെയ്തോണം, അങ്ങനെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. Diverse inland forms are formed on the surface of the earth through the continuous process driven by external forces such as running water, winds, glaciers and waves that operate on the earth's surface. Therefore, these external forces are called geomorphic agents. എന്താണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ ഒഴുകുന്ന വെള്ളമുണ്ട്, അതുപോലെ തന്നെ കാറ്റ്, ഹിമാദ്രികൾ, ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് തരംഗങ്ങൾ, ഇങ്ങനെയുള്ള ബാഹ്യശക്തികളാൽ നയിക്കപ്പെടുന്ന തുടർച്ചയായ പ്രക്രിയകളിലൂടെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതികൾ രൂപപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വൈവിധ്യമാർന്ന ഭൂപ്രകൃതികൾ ഇവിടെ ദൃശ്യമാകുന്നത്, രൂപപ്പെടുന്നതെന്നൊരു ചോദ്യം വരാം. അത് ശ്രദ്ധിച്ചോണം. ഈ ബാഹ്യശക്തികളെ ജിയോഫോർമിക് ഏജൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിക്കും. പിന്നെ ദ സെഡിമെൻറ്റ്സ് ഓഫ് റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ദ disintegration of rocks by various physical, chemical and biological processes are transported by these external forces of geomorphic agents from the one place to another. These materials are then deposited conveniently in low-lying regions. This process is called deposition. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ഉള്ള വകയുണ്ട് ഈ ഒരു പാരഗ്രാഫിൽ. അപ്പോൾ ഈ ബാഹ്യശക്തികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ജിയോഫോർമിക് ഏജൻറ്റ്സ് എന്ന് പറയുന്നു. ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന പ്രക്രിയ ജിയോഫോർമിക് പ്രക്രിയ എന്ന് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ വിവിധ ഭൗതിക രാസ ജൈവ പ്രക്രിയകളിലൂടെ ഈ പാറകളൊക്കെ ഇങ്ങനെ ശിഥിലീകരിക്കും. അങ്ങനെ രൂപപ്പെടുന്ന ഈ അവശിഷ്ടങ്ങളുണ്ട്, കുറേ അധികം കാണും, ടണ്ണ് കണക്കിന് കാണും. അങ്ങനെയുള്ളവ ശിലാപദാർത്ഥങ്ങളെ ഈ ജിയോഫോർമിക് ഏജൻറ്റുമാരുണ്ട്, അവരെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത്. അതങ്ങനെയാണല്ലോ, മലയുടെ മേളിലല്ല കൊണ്ടിടുന്നത്, ഏറ്റവും താഴ്വശത്തായിരിക്കും കൊണ്ടിടുന്നത്. ഈ പ്രക്രിയയാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഹാവ് യു സീൻ ഹൗ ദ റെയിൻ വാട്ടർ ക്യാരീസ് അവേ ലോസ് റോക്ക് മെറ്റീരിയൽസ് ഫ്രം എ ഹയർ റീജിയൻ ആൻഡ് ഡെപ്പോസിറ്റ്സ് ദം ഇൻ എ ലോവർ റീജിയൻ. അതായത് ഉയർന്ന ഉയരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന റീലുകളായി മാറുന്നു, സ്ട്രീമുകൾ രൂപപ്പെടുന്നതിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. റെയിൻ വാട്ടർ അങ്ങനെയാണല്ലോ, ക്യാരീസ് എവേ, അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാറുന്നു. റിവല്യൂട്ട്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഫ്രം റീൽസ് ജോയിൻ ടുഗദർ ടു ഫോം സ്ട്രീംസ്. റിവേഴ്സ് develop through the merging of numerous such streams. Rivers originating from higher altitudes transport sediments down the stream and deposit them in low-lying areas. Over time, the deposition of sediments by rivers creates numerous depositional landforms, including expansive
അലൂവിയൽ പ്ലെയിൻസ്. അപ്പോൾ ഉയർന്ന ഉയരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിയലുകളായി മാറുന്നു. സ്ട്രീമുകൾ രൂപപ്പെടുത്തുന്നതിന് റില്ലുകൾ ഒരുമിച്ച് ചേരുന്നു. ഇത്തരം ധാരാളം അരുവികളുടെ കൂടിച്ചേരൽ, ഈ അരുവികൾ ഇത് പറഞ്ഞല്ലോ സ്ട്രിങ്സ്. അപ്പം ആ അരുവികളുടെ കൂടിച്ചേരലിലൂടെയാണ് നദികൾ വികസിക്കുന്നത്. കാലക്രമേണ നദികൾ വഴിയുള്ള അവശിഷ്ടങ്ങളുടെ നിക്ഷേപം വിസ്തൃതമായ അലൂവിയൽ സമതലങ്ങൾ ഉൾപ്പെടെ നിരവധി നിക്ഷേപ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കുറേയൊന്നുമല്ല, ഒരു ടണ്ണ് കണക്കിന് കാണും, അത് ലോറി കണക്കിന്, അതുപോലെ ഏക്കർ കണക്കിന് കാണും. അങ്ങനെയൊക്കെ ഓരോ സമതലങ്ങൾ ഉണ്ടാകുന്നു. പ്ലെയിൻസ് സമതലങ്ങൾ ഉണ്ടാകുന്നു. The fertile Indo-Gangetic Brahmaputra plain was also formed in the same way by the depositing of sediments carried by rivers. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. വാസ് ഓൾസോ ഫോംഡ് ഇൻ ദ സെയിം വേ. ഇതേ രീതിയിൽ തന്നെയാണ് ഈ സെഡിമെൻറ്റ്സ് എല്ലാം കൂടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതുണ്ടായത്. സെഡിമെൻറ്റ്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ എ വാസ്റ്റ് ഡിപ്രഷൻ at the south of the Himalayas, which was formed as a result of formation of the Himalayas. The sediments transported rivers originating from both the Himalayas and peninsular India were deposited in this expansive depression, which led to the formation of the plain. The continuous dispersional process over millions of years have continued to the evolution of this fertile plain. The average depth of alluvial deposits in this plain ranges from 1,000 meters to 2,000 meters. Observe the geographical representation depicting the formation of the Indo-Gangetic Brahmaputra plain. അപ്പം നമ്മുടെ ഫലഭൂയിഷ്ടമായ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാറകളുടെ അതിൻ്റെയൊക്കെ പൊടികളും അങ്ങനെയുള്ള എക്കലുകളും എല്ലാം കൂടെ ചേർന്നാണ് എക്കൽ എന്ന് പറയുന്നത്. അതാണ് സെഡിമെൻറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഇത് ഫലഭൂയിഷ്ടമായ ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര സമതലവും നദികൾ വഹിക്കുന്ന അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചാണ് രൂപപ്പെട്ടത്. അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്, ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളൊരു വലിയ താഴ്ചയിലാണ് അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നത്. ഹിമാലയത്തിൽ നിന്നും പെനിൻസുലർ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ വഴി കൊണ്ടുപോകുന്ന അവശിഷ്ടങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നു. ദശലക്ഷക്കണക്കിന് വെള്ളച്ചാട്ടങ്ങൾക്കിടയിലുള്ള തുടർച്ചയായ നിക്ഷേപ പ്രക്രിയകൾ ഫലഭൂയിഷ്ടമായ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പെനിൻസുലർ നദികൾ എന്നും വിളിക്കുന്നു. നമ്മളിപ്പം വായിച്ചതാണത്. ഇനിയും റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹിമാലയാസ്, അത് പ്രത്യേകം നോക്കിയോണം. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ ഹിമാലയൻ റിവേഴ്സ് എന്ന് വിളിക്കുന്നു. ദോസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ പെനിൻസുലർ പ്ലേറ്റോസ് ആർ റെഫേർഡ് ടു ആസ് പെനിൻസുലർ റിവേഴ്സ് കാറ്റഗറീസ്. അതൊക്കെ ശ്രദ്ധിച്ചോണം. അടുത്ത പേജ്. ദ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എക്സ്റ്റെൻഡിങ് അപ്രോക്സിമേറ്റ്ലി ഓവർ 3,200 കിലോമീറ്റർ ഫ്രം ദ മൗത്ത് ഓഫ് റിവർ ഇൻഡസ് to the mouth of river Ganga is one of the largest alluvial plain in the world. അപ്പോൾ അതായത് ലാർജസ്റ്റ് എക്കൽമണ്ണിൻ്റേതായ ഏറ്റവും വലിയ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര എക്സ്റ്റെൻഡിങ് അപ്രോക്സിമേറ്റ്ലി ഓവർ റിവർ ഗംഗ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അലൂവിയൽ. അതാണ് അതിൻ്റെ ഉത്തരം, അത് ശ്രദ്ധിച്ചോണം. The plain meanders from east to west with the width varying between 150 km and 300 km. This plain is bordered by the Shivalik ranges in the north and the irregular edges. List of the eastern and western boundaries of the North Indian plains with the help of a physiographic map of India. Features such as fertile soil, adequate water supply, favorable climates and flat topography make this region suitable for agriculture. ഇത് ഇങ്ങനെയൊക്കെ ഒലിച്ചു വരുന്ന അല്ലെങ്കിൽ സെഡിമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതാകുന്ന ഫെർട്ടൈലാകുന്നത് കൊണ്ട് അവിടെ കൃഷിക്ക് വളരെ ക്ലൈമറ്റൊക്കെ വളരെ ഭൂപ്രകൃതി കൃഷിക്ക് യോജിച്ചതായിട്ട് മാറുന്നു. ജിയോഗ്രാഫിക്കലി ദിസ് പ്ലെയിൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിംഗിൾ ജിയോഗ്രാഫിക് യൂണിറ്റ്. ഹൗവർ ബേസ്ഡ് ഓൺ ദ റിവർ സിസ്റ്റം, ഡയറക്ഷൻ, ഫ്ലോ of rivers of topographical features, the plain can be divided into 4 regional divisions.
4 റീജിയണൽ ഡിവിഷൻസായിട്ട് തരംതിരിക്കുന്നു. അത് നോക്കിക്കൊള്ളുക. അടുത്ത രാജസ്ഥാൻ പ്ലെയിൻ. ദ രാജസ്ഥാൻ പ്ലെയിൻ വിച്ച് ഇൻക്ലൂഡ്സ് ദ ഥാർ ഡെസേർട്സ് മാർക്സ് ദ വെസ്റ്റേൺ മോസ്റ്റ് ഇന്ത്യ ഓഫ് ദ നോർത്തേൺ പ്ലെയിൻ. 2/3 ഓഫ് ദ ഥാർ ഡെസേർട്സ് ഈസ് സിറ്റുവേറ്റഡ് രാജസ്ഥാൻ. അപ്പം 2/3 ഡെസേർട്സും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ സമതലം എന്ന് പറയുന്ന ടാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്താണ് ഉള്ളത്. ടാർ മരുഭൂമിയുടെ മുന്നിൽ 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. അതൊക്കെ അതിൻ്റെ ലൊക്കേഷൻ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് ഫീച്ചേഴ്സ് ഓഫ് രാജസ്ഥാൻ പ്ലെയിൻ അതിനെക്കുറിച്ച് ചോദ്യം വരാവുന്നതാണ്. ഇപ്പോൾ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ. ടാർ മരുഭൂമിയെ 2ആയിട്ട് തിരിക്കുക. ഏതൊക്കെയാണ്? മരുസ്ഥലി എന്ന് വിളിക്കുന്ന ശരിയായ മരുഭൂമി, രാജസ്ഥാൻ ബഗർ എന്ന് വിളിക്കാവുന്ന അർദ്ധവരണ്ട സമതലം. അപ്പോൾ അർദ്ധ മരുഭൂമി എന്നും പറയാം. താർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഇനി പഠിക്കാം. അപ്പോൾ ആരവലി പർവ്വതനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ സമതലം. അപ്പോൾ രാജസ്ഥാൻ പ്ലെയിനിനെ കുറിച്ചുള്ള ചോദ്യം അത് ശ്രദ്ധിച്ചോണം. ലൊക്കേറ്റ് ദ ആരവലി മൗണ്ടൻ റേഞ്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിസിയോഗ്രാഫിക് മാപ്പ് ഇന്ത്യ. അപ്പോൾ പടം ഉണ്ട്, അതിനകത്ത് മാപ്പുണ്ട്, അത് ശ്രദ്ധിക്കുക. എ സിഗ്നിഫിക്കൻ്റ് റിവർ ഇൻ ദിസ് പ്ലെയിൻ ഇൻ ദ ലൂണി വിച്ച് ഈസ് നോൺ peninsular in nature. These are numerous salt lakes in Rajasthan plain, and some of the major salt lakes are Sambhar, Dilwara and Sargol. അതായത് ഈ സമതലത്തിലെ ഒരു പ്രധാന നദിയാണ് ലൂണി. ഇത് വറ്റാത്ത നദിയാണ്. അപ്പോൾ അത് ചോദ്യമായിട്ട് ഒരു വറ്റാത്ത ഒരു നദി ഏതാണ് ഈ പ്രദേശത്തേതെന്ന് ചോദിക്കും. രാജസ്ഥാനിൽ ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്, അതാണ് സോൾട്ട് ലേക്സ്. കൂടാതെ സംഭാർ, ദിദ്വാര, സർഗോൾ എന്നിവയാണ് മറ്റ് ഉപ്പ് തടാകങ്ങൾ. ഇനിയും പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന സമതലം. You might have understood the main features of the Rajasthan plain. Now let's discuss the features of the Punjab Haryana plain. As you move from the Rajasthan plain towards east and northeast, you can see the northern plain gradually transforming into a fertile plain. The Punjab Haryana plain is situated to the east and northeast of the Rajasthan plain. This plain is the western part of the northeast Indian plain and extends up to the Yamuna river. The eastern border of this plain is defined by river Yamuna. അതായത് പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാനിൽ സമതലത്തിൻ്റെ കിഴക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്നത്. ഇത് യമുനാ നദി വരെയുണ്ട്. ഇത് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഇതിൻ്റെ കിഴക്കൻ അതിർത്തി യമുനാ നദിയാണ്. ഹരിയാന സമതലത്തിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള സുപ്രധാന ഭൂപ്രകൃതിയാണ് അറ്റ്ലാസ്. അത് ശ്രദ്ധിച്ചാണ് ഒരു സ്ക്വയറിനകത്ത് എഴുതിയിട്ടുണ്ട്. In India, this plain extends over the states of Punjab, Haryana and Himachal Pradesh, covering an area in approximately 1.75 lakh square kilometer. It gently slopes towards the west. The Punjab plain, significant part of this region, is primarily formed by the deposition of sediments carried by rivers such as Saltaj, Jhelum, Canbach, Ravi and Beas. Punjab is etymology known as the land of 5 rivers. 5 rivers ഒന്നിച്ച് ചേരുന്ന ഇതാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻസിലെ ഡിവൈഡ് ചെയ്യുന്ന മേജർ ഡോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡോബ്സ് എന്താണെന്നും നോക്കാം. ഝലം, ചെനാബ്, രവി, ബിയാസ് തുടങ്ങിയ സത്ലജ് തുടങ്ങിയ നദികൾ വഹിക്കുന്ന അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചാണ് ഈ സമതലം ഉണ്ടായിരിക്കുന്നത്, പഞ്ചാബ് ഹരിയാന സമതലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നു പഞ്ചാബ്. പഞ്ച് എന്ന് പറഞ്ഞാൽ 5. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ഡോബുകളായി തിരിച്ചിരിക്കുക. ഡോബ് എന്ന് കഴിഞ്ഞാൽ ഒന്നിച്ചു ചേരുന്ന 2 നദികൾക്കിടയിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഡോബ്. ഡു യു നോ വാട്ട് ദ ഡോബ് ഈസ്? എ ഡോബ് ഈസ് എ ലാൻഡ് laying between 2 rivers that join together later. അപ്പം നമുക്കത് ശ്രദ്ധിച്ചോണം. ആ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ പാഠം ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ചാപ്റ്റർ, ഇതിപ്പോൾ 1ാം ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അതിൻ്റെ 2ാം ഭാഗം
കാരണം ഒരുപാട് പഠിപ്പിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഇത്രയും മാത്രം മനസ്സിരുത്തി ശ്രദ്ധിക്കാൻ കുട്ടികൾ ശ്രമിക്കുക. ബാക്കി അടുത്ത ഭാഗം ഉടനെ തന്നെ ഉണ്ടാകും. താങ്ക് യു.